ഈയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളിലെത്തുന്നത്. നല്ല പോഷകമൂല്യമുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ്. അതായത് പഴയ തലമുറയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഞാനിവിടെ വെളിപ്പെടുത്തുന്നു. പുതിയ തലമുറക്ക് അറിയാത്തതും എന്നാൽ വളരെ പോഷകമൂല്യമുള്ള ഒരു ഫുഡാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാത്തിരിക്കണ്ട, ഇപ്പം തന്നെ ചെയ്തോളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ നല്ല കുത്തരിയാണ്, തവിട് കളയാതെ നല്ല കുത്തരി. കാരണം ഇതിൻ്റെ തവിടാണ് നമ്മൾക്ക് ഏറ്റവും പോഷകമൂല്യമുള്ളത്. അതുപോലെ ചെറുപയർ, പിന്നെ കപ്പ, അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ആവശ്യമുള്ള സാധനം മാങ്ങയാണ്. അപ്പോൾ ഈ മാങ്ങ രാവിലെ മാവിൻ്റെ മുകളിൽ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഇന്ന് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ മാങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി ഭാഗമേ ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നുള്ളൂ. അതുപോലെ ചെറിയ ഉള്ളി ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അതേപോലെ ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ നമ്മൾ ഉണക്കമുളക് ചുട്ടെടുത്തതാണ്, കനലിൽ ചുട്ടെടുത്തതാണ് ഉണക്കമുളക്. അതുപോലെ കുറച്ച് കറിവേപ്പില നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് നമ്മളിപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ തേങ്ങ, ഇഞ്ചി, മുളക്, വെളുത്തുള്ളി, ഇതെല്ലാം മാങ്ങ, ഇതെല്ലാം ചേർത്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ആദ്യമായിട്ട് തേങ്ങയാണ് ഇടുന്നത്. അതുപോലെ മാങ്ങ, ചുട്ടെടുത്ത മുളക് ഞാൻ ഒരു 5 പീസ് എടുത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിൽ കൂടുതൽ മുളക് ചേർക്കുന്നത് നന്നായിരിക്കും. വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, ഇത്രയും കാര്യങ്ങളാണ് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത്. അതുപോലെ കപ്പയും ചെറുപയറും കൂടെ ഒരുമിച്ച് വേവിക്കണം. കപ്പയും ചെറുപയറും പച്ചമുളകും, അതുപോലെ അരിയും വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഔഷധ ഗുണമുള്ള കഞ്ഞി റെഡിയായിട്ടുണ്ട്, ഇതാണ്. അതുപോലെ പയറും കപ്പയും കൂടെ പുഴുങ്ങിയത് റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് ചുട്ടരച്ച ചമ്മന്തി, അതാണ് ഇത്. ഒപ്പം നമ്മുടെ കുറച്ച് കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് ഇളമ്പക്ക എന്ന് പറയും, ഇളമ്പക്ക. അതുപോലെ ഏറ്റവും കോമ്പിനേഷനായിട്ടുള്ളത് നമ്മുടെ ഒരു മുള്ളനാണ്. അപ്പോൾ മുള്ളൻ വറുത്ത് വെച്ചതുണ്ട്. അതുപോലെ പപ്പടം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്ക് വയറ് നിറച്ചും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. യാതൊരുവിധ മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സൂപ്പർ! എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം.